കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ തന്നെ അന്വേഷണ സംഘം അന്വേഷണം കൂടുതൽ ശക്തമാക്കാനും സിപിഎം നേതാക്കളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നു. അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ശക്തമായ രേഖാമൂലമുള്ള തെളിവുകൾ നൽകിയ 2 പ്രതികളെ മാപ്പുസാക്ഷികളാക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. അതും കോടതി അംഗീകരിച്ചേക്കും. ബാങ്കിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ടി.ആർ. സുനിൽകുമാറിനെയും മുൻ മാനേജറായിരുന്ന എം.കെ. ബിജുവിനെയുമാണ് ഇഡി മാപ്പുസാക്ഷികളാക്കിയത്. കേസിലെ 1-ാം പ്രതി സതീഷ് കുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള സുനിൽകുമാറിനെയും ബിജു കരീമിനെയും മാപ്പുസാക്ഷികളാക്കുന്നതോടെ കേസിൽ മറ്റ് പ്രതികളുടെ പങ്ക് തെളിയിക്കാൻ എളുപ്പമാകുമെന്നാണ് ഇഡിയുടെ കണക്കുകൂട്ടൽ. തട്ടിപ്പിന് പിന്നിലെ പാർട്ടി ബന്ധവും കണ്ടെത്താൻ ഇതിലൂടെ ഇഡിക്ക് സാധിച്ചേക്കാം. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി എ.സി. മൊയ്തീൻ, എം.കെ. കണ്ണൻ, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർക്കെതിരെ മുഖ്യ സാക്ഷികളിലൊരാളായ കെ.എ. ജിജോർ ഇഡിക്ക് മൊഴി നൽകിയിരുന്നു. ഈ മൊഴികൾ സാധൂകരിക്കുന്ന തരത്തിൽ സുനിലും ബിജു കരീമും രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് മുൻപാകെ ഇവർ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പും ഇഡി സംഘം പ്രത്യേക കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇഡി നൽകിയ ആദ്യ കുറ്റപത്രത്തിൽ 55 പ്രതികളാണുള്ളത്. ഇതിൽ 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളുമാണ്. അറസ്റ്റിലായ 4 മുഖ്യ പ്രതികൾക്ക് ഇനിയും ജാമ്യം ലഭിച്ചിട്ടുമില്ല. രണ്ടാം ഘട്ട അന്വേഷണത്തിൽ 1-ാം ഘട്ടത്തിൽ ചോദ്യം ചെയ്ത എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനൊപ്പം പുതിയ ചിലരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും ഇഡി നടത്തുന്നുണ്ട്. സിപിഎം നേതാക്കളായ എ.സി. മൊയ്തീൻ, കണ്ണൻ എന്നിവർ സംശയ നിഴലിലാണ്. ഇതിനൊപ്പം സിപിഎമ്മിന്റെ അക്കൗണ്ടുകളും കരുവന്നൂരിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ 2 മാപ്പുസാക്ഷികളുണ്ടെന്ന് നേരത്തെ തന്നെ ഇഡി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ആരൊക്കെയാണെന്നത് വ്യക്തമാക്കിയിരുന്നില്ല. സുനിൽകുമാറും ബിജു കരീമും ചേർന്നാണ് കേസിലെ 1-ാം പ്രതി സതീഷ് കുമാറിന് ക്രമവിരുദ്ധമായി വായ്പകൾ അനുവദിച്ചത്. വായ്പകൾ അനുവദിക്കാൻ പി.ആർ. അരവിന്ദാക്ഷൻ വഴിയാണ് ഇടപെടലുകൾ നടത്തിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉയർന്നു വന്നപ്പോൾ തന്നെ ഇഡിയുടെ സംശയ നിഴലിലായിരുന്നു സിപിഎം പാർട്ടി. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതലായും അന്വേഷണം പാർട്ടിയെ കേന്ദ്രീകരിച്ച് ഇഡി നടത്താനുള്ള കാരണവും അതുതന്നെയാണ്. കൂടാതെ തട്ടിപ്പിൽ നിലവിൽ ഇഡി ചോദ്യം ചെയ്തിട്ടുള്ള എ.സി. മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾ സിപിഎം പാർട്ടിയിലുള്ളവർ ആണെന്നതും വിഷയത്തിലെ കൂടുതൽ സിപിഎം ബന്ധം വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. ഏതായാലും രണ്ടാം ഘട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ എ.സി. മൊയ്തീൻ കൂടാതെ മറ്റേതെങ്കിലും ഉയർന്ന നേതാക്കൾ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ഇഡിയുടെ സംശയത്തിന് ഉത്തരം ലഭിക്കുമെന്ന് കരുതാം.